നമസ്കാരം. മരിച്ച നിലയിൽ കാണപ്പെട്ട കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ ഉള്ളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണമാണ് എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. മാത്രമല്ല, നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുമുണ്ട്. തലയോട്ടിക്ക് പരിക്കില്ല എന്നും വാരിയെല്ലുകൾക്ക് ക്ഷതമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല. തരുണാസ്ഥി, കശേരുക്കൾ എന്നിവയ്ക്കും പരിക്കില്ല എന്നും അന്നനാളം സാധാരണ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നവീൻ ബാബുവിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നുവെന്നും മൂക്ക്, വായ, ചെവി എന്നിവയ്ക്ക് പരിക്കില്ല എന്നും വ്യക്തമാക്കുന്നു. ചുണ്ടിന് നീല നിറമായിരുന്നു. പല്ലുകൾക്കും മോണകൾക്കും കേടില്ല. നാവ് കടിച്ചിരുന്നു. വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു. ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളില്ല. വയറും മൂത്രാശയവും ശൂന്യമായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സുഷുമ്ന നാഡിക്ക് പരിക്കില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 0.5 സെന്റിമീറ്റേഴ്സ് വ്യാസമുള്ള മഞ്ഞ കലർന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നുവെന്നും കയറിന്റെ നീണ്ട ഭാഗത്തിന് 103 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കയറിന് 30 സെന്റിമീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗമുണ്ടായിരുന്നു. കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്ത് 22 സെന്റിമീറ്റർ നീളവുമുള്ളതായി ചൂണ്ടിക്കാണിക്കുന്നു. ഒക്ടോബർ 15-ാം തീയതി ഉച്ചയ്ക്ക് 12:40-നും 1:50-നും ഇടയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന സംശയം കുടുംബം ഉന്നയിച്ചിരുന്നു. വാദത്തിനിടയിൽ അന്വേഷണം പക്ഷപാതപരമാണ് എന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണമെന്ന് പറഞ്ഞിരുന്നു. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നോ എന്നും കോടതി ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കേസ് വാദത്തിനെടുത്തപ്പോൾ നവീൻ ബാബു ജീവനൊടുക്കിയതാണ് എന്ന വാദമായിരുന്നു സർക്കാർ ഉന്നയിച്ചത്. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന നിലപാടായിരുന്നു CBI കോടതിയെ അറിയിച്ചത്. യാത്രയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങളായിയിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ദിവ്യ ആരോപണം ഉന്നയിച്ചത്. ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുത് എന്നാണ് ദിവ്യ പറഞ്ഞത്. ഇതിന് പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസുമെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങിയ PP ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയുമായിരുന്നു. സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒക്ടോബർ 15-ന് രാവിലെ 10:45-നും 11:45-നും ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. 15-ന് രാത്രി 11 മണിയോടെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത ജീവനക്കാർ നവീൻ ബാബുവിന്റെ ഭാര്യ, കുട്ടികൾ എന്നിവരുടെയൊക്കെ മൊഴിയെടുത്തു. വിരലടയാളമടക്കം ശേഖരിച്ചിട്ടുമുണ്ട്. നവീൻ ബാബു ഉപയോഗിച്ച 2 ഫോണുകളും കണ്ടെടുത്ത് കോൾ വിവരങ്ങളടക്കം പരിശോധിച്ചു. പെട്രോൾ പമ്പ് തുടങ്ങാനായി പ്രശാന്തൻ നൽകിയ അപേക്ഷയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പിടിച്ചെടുത്തു. നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുനീശ്വരൻ കോവിലിൽ നിന്നും പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന ഹർജിക്കാരിയുടെ സംശയം അന്വേഷിക്കുകയാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി TM പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിൽ തൂങ്ങിമരണമെന്നാണ് കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റ് മുറിവുകളൊന്നും തന്നെയില്ല. കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. ഇൻക്വസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. നവീൻ ബാബു താമസിച്ചിരുന്നതിന്റെ 30 മീറ്റർ ചുറ്റളവിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമില്ല. മരണം നടന്ന 5 മണിക്കൂറിനുള്ളിലും ഇൻക്വസ്റ്റ് നടത്തണമെന്ന സർക്കുലറുണ്ട്.
ഒക്ടോബർ 15 രാത്രി 11 മണിയോടെ മാത്രമാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. സംഭവത്തെക്കുറിച്ച് വിവരം നൽകി 15 മണിക്കൂറിന് ശേഷമാണിത്. പത്തനംതിട്ടയിൽ നിന്നും 12 മണിക്കൂറോളം യാത്രയുള്ളതിനാൽ തന്നെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. ആത്മഹത്യാക്കുറിപ്പ് നശിപ്പിച്ചു, ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല. പോലീസ് സംഘം മൃതദേഹത്തിലും മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചില്ല. 2 ഫോണുകളിലും ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നില്ല. പ്രശാന്തനെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള യാതൊരുവിധ തെളിവും ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. നവീൻ ബാബുവിനെ അപമാനിക്കുകയായിരുന്നു ദിവ്യയുടെ ലക്ഷ്യം. നവീൻ ബാബുവിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ PP ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ കടന്നു കയറുകയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയുമായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ തുറന്നു കാട്ടുമെന്ന ഭീഷണി മുഴക്കുകയും അത് റെക്കോർഡ് ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് നവീൻ ബാബു ജീവൻ ഒടുക്കിയത് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്.